ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ ഈ അനുഗ്രഹീത കാലയളവിൽ ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ളതായ വാക്യങ്ങളാണ്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു സംഭവ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും ഉപയോഗിച്ചുകൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ സംഭവം. നമ്മുടെ സൺഡേ സ്കൂൾ കാലയളവ് മുതൽ നമ്മൾ പറഞ്ഞ് കേട്ട് പഠിച്ചു വരുന്നതായ ഒരു കഥയാണല്ലോ ഇത്. ഏറെ തിരക്കുകൾ നിറഞ്ഞതായ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഭക്ഷിപ്പാൻ പോലും സമയമില്ലാതെ അപ്പോസ്തോലന്മാർ വിശന്ന് വലഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ച്. ആ സന്ദർഭത്തിൽ അവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്നതായ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ നിർജ്ജന സ്ഥലത്തേക്ക് പോയി അല്പം ആശ്വസിച്ച് കൊള്ളുക എന്ന്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി വരുമ്പോൾ നമ്മോടും ആശ്വാസവാക്കുകൾ പകർന്നു നൽകുന്നവനാണ് നമ്മുടെ ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏറെയാകുമ്പോൾ ക്രിസ്തു അത് മുന്നമേ അറിഞ്ഞ് നിങ്ങൾ ആശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് തോളിൽ തട്ടി നമ്മെ സമാധാനിപ്പിക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു. നിർജ്ജന സ്ഥലത്തേക്ക് പിന്നീട് പടകിൽ കയറി യാത്ര ചെയ്യുന്നതായ യേശുവിനെയും ശിഷ്യന്മാരെയും ഈ വേദഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഈ യാത്ര മുൻകൂട്ടി മണത്തറിഞ്ഞതായ ജനക്കൂട്ടം യേശുവും ശിഷ്യന്മാരും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആ സ്ഥലത്ത് എത്തപ്പെടുകയാണ്. യേശുവും ശിഷ്യന്മാരും ആ പടകിൽ നിന്ന് ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്നതായ സാഹചര്യത്തിൽ അവർ കാണുന്നത് നിറഞ്ഞു നിൽക്കുന്നതായ ജനക്കൂട്ടത്തെയാണ്. തീർച്ചയായും അവർ അത്ഭുതപ്പെട്ട് കാണണം. അതിലുപരിയായിട്ട് ശിഷ്യന്മാർ ഇത്രയും ക്ഷീണിച്ചിരിക്കുകയാണ്, അവർ തീർച്ചയായും പിറുപിറുത്ത് കാണണം. എന്നാൽ ശിഷ്യന്മാർ പിറുപിറുക്കുന്നതായ ആ സാഹചര്യത്തിൽ യേശു ക്രിസ്തു അവരോട് മനസ്സലിവ് തോന്നുകയാണ്. യേശു ക്രിസ്തുവിന് തൻ്റെ ജനത്തോട് മനസ്സലിവ് തോന്നുകയാണ്. 6-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആ ജനങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ട യേശു ക്രിസ്തുവിന് അവരോട് മനസ്സലിവ് തോന്നുകയാണ്. ഇടയൻ ഇല്ലാത്ത ആടുകൾ അനാഥരാണ്. ആരും നമ്മളെ സ്നേഹിക്കാനില്ല, ആരും നമ്മളെ കരുതാനില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ പ്രിയ ദൈവജനങ്ങളെ ഓർക്കുക, നമ്മോട് ദൈവത്തിന് മനസ്സലിവുണ്ട്. ഭാഗ്യസ്മരണീയനായ സക്കറിയാസ് തിരുമേനിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ തിരുമേനി പറയുന്നത്, അപരൻ്റെ വേദനകളും അനുഭവങ്ങളും സ്വന്തം വേദനകളും അനുഭവം ആകുമ്പോഴാണ് മനസ്സലിവ് യാഥാർത്ഥ്യമാകുന്നത് എന്നാണ്. മനസ്സലിവിലൂടെ പരസഹായമാണ് ക്രിസ്തു നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതായ വലിയ കൽപ്പന നമുക്ക് തന്നിട്ട് പോയതായ ക്രിസ്തു നമുക്ക് നൽകുന്നതായ സന്ദേശം, ഞാൻ നിങ്ങളോട് മനസ്സലിവ് കാണിച്ചതുപോലെ നിങ്ങളും അന്യോന്യം മനസ്സലിവ് കാണിക്കുക. അതിലൂടെ പരസഹായം ചെയ്യുന്നതിലൂടെ അനേകർക്ക് പ്രയോജനം ഉള്ളവരായി തീരുക. മനസ്സലിവ് പരസഹായത്തിലേക്ക് നയിക്കുകയാണല്ലോ. വീണ്ടും മുൻപോട്ട് പോകട്ടെ. നേരം ഏറെ വൈകിയതായ സന്ദർഭത്തിൽ തീർച്ചയായും വിശപ്പിൻ്റെ വിളിയും ഏറി വന്ന് കാണണം. അനേകായിരങ്ങൾ വിശന്നിരിക്കുന്നതായ സങ്കീർണമായ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ആ പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട് ശ്രമിക്കുന്ന ശിഷ്യഗണങ്ങളെ നമ്മൾ കാണുകയാണ്. ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരു ഇവരെ പറഞ്ഞയക്കണം എന്ന് പറയുന്നതായ ശിഷ്യന്മാരെ നമ്മളിവിടെ കാണുകയാണ്. എന്നാൽ യേശു ക്രിസ്തു പറയുന്നതായ മറുപടി, നിങ്ങൾ പറഞ്ഞയക്കുക എന്നല്ല, മറിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി കരുതണം, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നാണ് യേശു ക്രിസ്തു ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, വേദനകളുടെ മധ്യത്തിൽ നമ്മളെ വെറും കൈയോടെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവനല്ല നമ്മുടെ ക്രിസ്തു, മറിച്ച് നമ്മളെപ്പറ്റി കരുതലുള്ളവനായ, നമ്മെ കരുതുന്നവനായ, നമ്മെ സ്നേഹിക്കുന്നവനായ വലിയവനായ ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. ഈ ശിഷ്യന്മാർ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ കരുതുവാനായിട്ട് യേശു ക്രിസ്തു ഇവിടെ തയ്യാറാവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിലും വിഷമിക്കേണ്ട സഹോദര, വിഷമിക്കേണ്ട സഹോദരി, ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ കയ്യിലിരിക്കുന്നതായ 5 അപ്പവും 2 മീനും
സമൂഹത്തിൻ്റെ ആവശ്യത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതായ കൊച്ചു ബാലൻ നമുക്ക് മുൻപിൽ ഉത്തമ മാതൃകയാവുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കൈകളിലുള്ളത് സ്വരൂപിച്ച് കൂട്ടിവെക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. എന്നാൽ സമൂഹത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി അത് പങ്കിടുവാനായിട്ട് ഈ ബാലൻ തയ്യാറാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്നതായ കാര്യമാണ്. പങ്കിടീലിൻ്റെ ഒരു വലിയ ഉത്സവമാണ്, ഒരു വലിയ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഈ 5 അപ്പവും 2 മീനും കരങ്ങളിലേക്ക് ലഭിക്കുന്നതായ ക്രിസ്തു മുകളിലേക്ക് നോക്കി ഇത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുക്കുകയാണ്, ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമ്മൾ സ്വരൂപിച്ച് കൂട്ടിവെക്കുവാനല്ല, മറിച്ച് പങ്കിടലിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിലുള്ളത് 100 മടങ്ങായിട്ട് ഇരട്ടിക്കും എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. 100 മടങ്ങായി ഇരട്ടിക്കുന്നതായ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. വരൾച്ചയുടെ നടുവിൽ പോലും നല്ല നീരുറവകളെ തുറക്കുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ ക്രിസ്തു. സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു. ഇല്ലായ്മകളുടെ അനുഭവമാണ് നമുക്ക് ഉള്ളതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ പോലും ഓർക്കുക, നമ്മളെ ആ ഇല്ലായ്മകളിൽ നിന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തുവാൻ സർവശക്തനായ ദൈവം കഴിവുള്ളവനാണ്. അപ്രകാരം ഇല്ലായ്മകളുടെ അനുഭവങ്ങളിൽ നിന്ന് മാറി സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് ഇടയാകണം. പങ്കിടലിൻ്റെ ഒരു വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിമിതികളെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന നല്ല നാളുകളായിട്ട് നോമ്പിൻ്റെ ഈ നല്ല ദിവസങ്ങൾ മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.